വെൽക്കം ബാക്ക്. അമാൽഗമേഷൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. ഇന്നത്തെ ടോപ്പിക് ഡിസെൻഡിങ് ഷെയർ ഹോൾഡറും അതിന് ബേസ് ചെയ്തിട്ടുള്ള ഒരു പ്രോബ്ലം ആണ്. ഡിസെൻഡിങ് ഷെയർ ഹോൾഡേഴ്സ് ആരാന്ന് നമുക്ക് ആദ്യം നോക്കാം. ഓക്കെ, ഞാനിവിടെ ട്രാൻസ്ഫറർ കമ്പനി പറയുവാണ്. ട്രാൻസ്ഫറർ എന്ന് പറഞ്ഞാൽ ആരാന്നൊക്കെ നിങ്ങൾക്ക് അറിയാം. ഞാൻ ട്രാൻസ്ഫറർ കമ്പനീനെ വൈ ലിമിറ്റഡ് എന്ന് വിളിക്കുവാണ്. ഓക്കെ, ആൻഡ് ഈ വൈ ലിമിറ്റഡിന്റെ ഡയറക്ടേഴ്സിന്റെ അടുത്ത് എക്സ് ലിമിറ്റഡ് വരുവാണ്. എക്സ് ലിമിറ്റഡ് അവരടുത്ത് പറയുവാണ്, നമ്മൾ നിങ്ങളുടെ ഈ വൈ ലിമിറ്റഡിന് അക്യൂർ ചെയ്തോളാം, ടേക്ക് ഓവർ ചെയ്യാൻ റെഡിയാണ്, ഏറ്റെടുക്കാൻ റെഡിയാണ്. നിങ്ങൾ ഈ സ്കീമിന്, ഈ ഒരു പ്രോസസ്സിന്, ഓക്കെ, ഞാൻ അമാൽഗമേഷൻ എഴുതുവാണ്. ഓക്കെ, മെർജർ, ടേക്ക് ഓവർ, അക്യൂസിഷൻ, അങ്ങനെ കുറേ തരമുണ്ട്. എനിവേ, സോ ഈ ഒരു പ്രോസസ്സിന് നിങ്ങൾ റെഡിയാണോ എന്ന് ഡയറക്ടറോട് ചോദിക്കുകയാണ് എക്സ് ലിമിറ്റഡ്. സോ വൈ ലിമിറ്റഡ് എന്ന് പറയുന്ന ഒരു കമ്പനി എക്സ് ലിമിറ്റഡ് ഇവരോട് പറയുവാണ്, വൈ ലിമിറ്റഡിന്റെ ഡയറക്ടേഴ്സിന്റെ അടുത്ത്, വി ആർ റെഡി ടു ടേക്ക് ഓവർ യു. ഓക്കെ, ഇതിൽ പ്രോബ്ലംസ് നടക്കുവാണ് വൈ ലിമിറ്റഡിൽ. സോ എക്സ് ലിമിറ്റഡ് പറഞ്ഞു, ഓക്കെ, ഞങ്ങൾ നിങ്ങളുടെ കമ്പനിയെ ഏറ്റെടുത്തോളാം. അങ്ങനെ ഒരു സംഭവം എക്സ് ലിമിറ്റഡിന്റെ ഡയറക്ടേഴ്സ് ഓഫ് വൈ ലിമിറ്റഡിന്റെ അടുത്ത് പറയുമ്പോൾ ഇവർ ഒറ്റയടിക്ക് റെഡി പറഞ്ഞു പോവില്ല. ഓക്കെ, ദേ വിൽ കോൾ ഫോർ എ മീറ്റിംഗ്. അവർ മീറ്റിംഗ് വിളിക്കും. ഓക്കെ, ഷെയർ ഹോൾഡേഴ്സിനെ ഒക്കെ വിളിച്ചു വരുത്തും. ഷെയർ ഹോൾഡേഴ്സിനെ വിളിച്ച്, ഒരു കമ്പനിക്ക് ഒരുപാട് ഷെയർ ഹോൾഡേഴ്സ് ഉണ്ടാവും അല്ലെ, കുറേ ഷെയർ ഹോൾഡേഴ്സ് ഉണ്ടാവും. സോ ഈ ഷെയർ ഹോൾഡേഴ്സിനോട് അവരുടെ കൺസെന്റ് ചോദിക്കും, സമ്മതം അല്ലെ. അവരുടെ സമ്മതം ഇല്ലാണ്ട് നമുക്കൊന്നും നടക്കില്ല. സോ ദേ വിൽ ആസ്ക് ഫോർ ദർ കൺസെന്റ്, അസെന്റ് എന്ന് പറയും. ഓക്കെ, കൺസെന്റിന് ചോദിക്കും. ചിലപ്പോൾ ഇതിൽ ഭൂരിഭാഗം പേരും കുഴപ്പമില്ല, നമ്മുടെ കമ്പനീനെ എക്സ് ലിമിറ്റഡിന് കൊടുത്തോളൂ എന്നൊക്കെ പറയും. ചില ആൾക്കാർ ഇതിന് നോട്ട് വില്ലിങ് ആയിരിക്കും, സമ്മതമല്ലാന്ന് അറിയിക്കും. ഓക്കെ, ഇങ്ങനെ ഈ ഒരു പ്രോസസ്സിന് സമ്മതമല്ലാത്ത ആൾക്കാരനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഡിസെൻഡിങ് ഷെയർ ഹോൾഡർ. ഡിസെൻഡിങ്, കൺസെന്റ്, അസെന്റ് അല്ലാത്ത, അസെന്റ് മീൻസ് സമ്മതം. സോ ഡിസെൻഡിങ്, സമ്മതം ഇല്ലാത്ത ഷെയർ ഹോൾഡേഴ്സ്. ക്ലിയർ ആണ്. ഇനി ഇവിടെ കൺസെന്റ് എന്ന് പറഞ്ഞ ഷെയർ ഹോൾഡേഴ്സിന് എന്താ നടക്കാന്ന് നോക്കോ. അപ്പം ഷെയർ ഹോൾഡർ ആണ്. ബാലൻസ് ഷീറ്റ് വഴി തിങ്ക് ചെയ്യുമ്പോൾ ഷെയർ ഹോൾഡർ എന്ന് പറഞ്ഞാൽ ബാലൻസ് ഷീറ്റിൽ ഷെയർ ക്യാപിറ്റൽ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പൈസ ഉണ്ട്. അവരുടെ ക്യാപിറ്റൽ വിൽ ബി ദെയർ, റൈറ്റ്? ഓക്കെ, അപ്പൊ ഇവരുടെ സമ്മതം അറിയിക്കുമ്പോൾ ദേ ആർ ടെല്ലിങ്, ഇത് ഏറ്റെടുത്തോട്ടെ. ഏറ്റെടുക്കുമ്പോൾ എന്താ സംഭവിക്കുക? ഈ കമ്പനി പർച്ചേസ് കൺസിഡറേഷൻ കൊടുക്കും. ആ പർച്ചേസ് കൺസിഡറേഷൻ ആർക്ക് അവകാശപ്പെട്ടതാണോ? ഷെയർ ഹോൾഡേഴ്സിന് അവകാശപ്പെട്ടത്. ഓക്കെ, സോ ഇവരുടെ ഈ ഷെയർ ക്യാപിറ്റൽ ദേ ആർ സറണ്ടറിങ്, അവർ സറണ്ടർ ചെയ്യുന്നു. പിന്നെ എക്സ് ലിമിറ്റഡ് എന്താണോ കൊടുക്കുന്നത് ദേ ആർ ആക്സെപ്റ്റിംഗ് ഇറ്റ്. ചിലപ്പോൾ എക്സ് ലിമിറ്റഡ് പർച്ചേസ് കൺസിഡറേഷൻ ആയിട്ട് ഈ എക്സ് ലിമിറ്റഡിന്റെ ഷെയർ കൊടുക്കാം. സോ ഈ പർട്ടിക്കുലർ ഷെയർ ഹോൾഡർ ഓഫ് വൈ ലിമിറ്റഡിന്റെ ഷെയർ ഹോൾഡർ അവിടെ അമാൽഗമേഷൻ നടക്കുമ്പോൾ അവരുടെ വൈ ലിമിറ്റഡിലുള്ള ഷെയർസ് ദേ ആർ റെഡി ടു സറണ്ടർ ഫോർ ഫോർ ദാറ്റ് പർച്ചേസ് കൺസിഡറേഷൻ. അത് എന്തുവാം? മേ ബി ഇവരിലുള്ള ഷെയർ ആവാം, ഡിബഞ്ചർ ആവാം, ക്യാഷിനാവാം. സോ ഇങ്ങനെയുള്ള സമ്മതം അറിയിക്കുന്ന ഷെയർ ഹോൾഡറിനാണ് നമ്മൾ എന്ത് ചെയ്യുക, ഇവിടുന്ന് കിട്ടുന്ന പർച്ചേസ് കൺസിഡറേഷൻ ഒക്കെ കൊടുക്കുന്ന എൻട്രി ഒക്കെ നമ്മൾ ഇത്രയും കാലം ചെയ്തുകൊണ്ടിരുന്നില്ലേ. സോ അത് നമ്മൾ സംസാരിച്ചത് ഈ ഷെയർ ഹോൾഡേഴ്സിനെ പറ്റിയാണ്. സോ നമ്മൾ ഇതുവരെ വില്ലിങ് അല്ലാത്ത ഷെയർ ഹോൾഡേഴ്സിന് എന്ത് ചെയ്യണം എന്നാണ് ഈ ഒരു പ്രോബ്ലത്തിലൂടെ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത്. സോ വില്ലിങ് ആയ ആൾക്കാർക്ക് ഇവർ പർച്ചേസ് കൺസിഡറേഷൻ കൊടുക്കും, അതും എടുക്കും, അവർ ഓക്കെ കൺസെന്റ് ആണ്, വില്ലിങ്നെസ് ഒക്കെ പറയും. ബട്ട് വാട്ട് വി വിൽ ഡു വിത്ത് ദിസ് ഡിസെൻഡിങ് ഷെയർ ഹോൾഡർ, ഇതാണ് ഇന്നത്തെ നമ്മുടെ ടോപ്പിക്. നിങ്ങൾ എല്ലാവരും എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ തിങ്ക് ലിറ്റിൽ ബിറ്റ് പ്രാക്ടിക്കൽ. അക്കൗണ്ടൻസി ആണ്, എൻട്രി ഒക്കെ പഠിച്ചാൽ കിട്ടുമായിരിക്കും. ബട്ട് നിങ്ങൾ തന്നെ ആലോചിക്കും, ഒരു കമ്പനി ദേ ആർ ഗോയിങ് ടു അമാൽഗമേറ്റ്, റൈറ്റ്? വൈ ലിമിറ്റഡ് അമാൽഗമേഷന്റെ പ്രോസസ്സിലോട്ട് പോകുമ്പോൾ ഷെയർ ഹോൾഡേഴ്സിനൊക്കെ ഡയറക്ടേഴ്സ് വിളിക്കും. ഷെയർ ഹോൾഡേഴ്സ് ഒക്കെ ഇങ്ങനെ വന്നിരുന്നിട്ടുണ്ടാവും. സോ ഡയറക്ടേഴ്സ് എന്ത് ചെയ്യുന്നുണ്ടാവും, ഒരു വലിയ സെമിനാർ പോലെ ആ സ്റ്റേജിൽ കയറി ഇതിങ്ങനെ പറയുന്നുണ്ടാവും, എക്സ് ലിമിറ്റഡ് നമ്മുടെ ടേക്ക് ഓവർ ചെയ്യാൻ റെഡിയാണ്, ഇതൊക്കെയാണ് എക്സ് ലിമിറ്റഡ് നമ്മളോട് പർച്ചേസ് കൺസിഡറേഷൻ ഇത്ര തരാം, ഇവർ നമ്മുടെ ഇത്ര അസറ്റ് ടേക്ക് ഓവർ ചെയ്യാന്ന് പറയുന്നു. സോ പർച്ചേസ് കൺസിഡറേഷൻ അവരുടെ കമ്പനിയിൽ ഷെയർ ആയിട്ട് തരാമെന്നൊക്കെ ഡയറക്ടർ എന്ത് പറയുവാണ്, ഈ ഷെയർ ഹോൾഡേഴ്സിന്റെ അടുത്ത് ദേ ആർ കൺവേയിങ്, അവർ പറയുവാണ്. സോ ആ സമയത്ത് ചില ഷെയർ ഹോൾഡേഴ്സ് സമ്മതമല്ല എന്ന് പറയും. അതായത് എക്സ് ലിമിറ്റഡിന് ഈ വൈ ലിമിറ്റഡിന് അക്യൂറയിലെ കൊടുക്കാൻ ചില ഷെയർ ഹോൾഡേഴ്സിന് സമ്മതമല്ല എന്ന് പറയും. ആ ഷെയർ ഹോൾഡേഴ്സിനെയാണ് ഡിസെൻഡിങ് ഷെയർ ഹോൾഡേഴ്സ് എന്ന് പറയാം.
ഓക്കെ, അപ്പൊ ഈ സമ്മതമാണ് എന്ന് പറയുന്ന ഷെയർ ഹോൾഡേഴ്സ്, ദാറ്റ് ഇസ് ഈ കൺസെന്റ് കൊടുത്ത ഷെയർ ഹോൾഡേഴ്സിന് എക്സ് ലിമിറ്റഡ് വിൽ ഗിവ് പർച്ചേസ് കൺസിഡറേഷൻ. ഓക്കെ, പർച്ചേസ് കൺസിഡറേഷൻ they will continue with this എക്സ് ലിമിറ്റഡ്. എക്സ് ലിമിറ്റഡിന്റെ ഷെയർ ആണെങ്കിൽ അവർ അതും വാങ്ങിച്ച് അവരങ്ങനെ കണ്ടിന്യൂ ചെയ്തു പോകും. ബട്ട് ഇവർക്ക് എന്ത് ചെയ്യണം എന്നാണ് നമ്മൾ പറയാൻ പോകുന്നത്. ഓക്കെ, സോ നമ്മൾ ഈ ഒരു ഷെയർ ഹോൾഡർ കൺസെന്റ് ആണെന്ന് പറയുന്ന ഷെയർ ഹോൾഡേഴ്സിന് നമ്മൾ ഈ എക്സ് ലിമിറ്റഡ് അടുത്ത് കിട്ടുന്ന കാര്യങ്ങളൊക്കെ കൊടുക്കും. ഇപ്പൊ സമ്മതമല്ലാത്ത ഈ പർട്ടിക്കുലർ പേഴ്സൺസിന് എന്തോ ചെയ്തിട്ടാണ് ഡയറക്ടേഴ്സ് സെറ്റിൽ ചെയ്യുക, അവർക്ക് കൊടുക്കാനുള്ള എമൗണ്ട് എങ്ങനെ സെറ്റിൽ ചെയ്യുന്നു എന്നാണ് ഇവിടെ നമ്മൾ ഡിസെൻഡിങ് ഷെയർ ഹോൾഡറിന്റെ ഹെഡിൽ പഠിക്കുന്നത്. ഓക്കെ, എനിക്ക് അപ്പാടെ ഒന്ന് തുടങ്ങാം, ബട്ട് ഇതും കൂടെ അറിയാണ്ട് പ്രോബ്ലം ചെയ്തിട്ടൊരു കാര്യമില്ല. അതുകൊണ്ടാണ് ഈ ഒരു പാർട്ട് എക്സ്പ്ലെയിൻ ചെയ്തത്. ഓക്കെ, എന്ത് ചെയ്യുമ്പോൾ ഏത് അക്കൗണ്ടൻസി ആയിക്കോട്ടെ, സ്റ്റാർട്ടിങ് ഫ്രം യുവർ ഫൈനാൻഷ്യൽ അക്കൗണ്ടിങ് ആയിക്കോട്ടെ, അഡ്വാൻസ്ഡ് ആയിക്കോട്ടെ, കോർപ്പറേറ്റ് കോസ്റ്റ് അക്കൗണ്ടിങ് ആ മാനേജ്മെന്റ് അക്കൗണ്ടിങ്, ഏത് അക്കൗണ്ടൻസി ആയിക്കോട്ടെ, ചെയ്യുന്നത് എന്താന്ന് നിങ്ങൾക്ക് നല്ല ബോധം ഉണ്ടെങ്കിൽ ഇറ്റ് ഇസ് അക്കൗണ്ടൻസി എന്ന് പറയുന്നത് ഭയങ്കര സിമ്പിൾ ആയിട്ടുള്ളൊരു സബ്ജക്റ്റ് ആണ്. ഓക്കെ, so let's see what we will do with the descending shareholder. See, problem is there on the screen. X Limited took over the business of Y Limited. X Limited transferയും Y Limited transferറും. So Y ഇവിടെ descending shareholder ആണെങ്കിൽ Y Limitedന്റെ ചില ഷെയർ ഹോൾഡേഴ്സിന് ഈ ഒരു സംഭവത്തിൽ താല്പര്യം ഉണ്ടാവില്ല. സോ അവരെയാണ് descending shareholder എന്ന് വിളിക്കുന്നത്. And the balance sheet is given. Balance sheet ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. പിന്നെ അതിന്റെ താഴെ നമുക്കൊരു ചെറിയ പാരഗ്രാഫ് തന്നിട്ടുണ്ട്. Let's read it. X Limited took over all the assets and liabilities of Y Limited except എല്ലാം ഏറ്റെടുത്തിട്ടുണ്ട്, പക്ഷേ a sum of 10,000 to provide for the cost of liquidation and payment to descending shareholder if any. പുതിയൊരു പോയിന്റ് ആണ്, ഇതുവരെയുള്ള പ്രോബ്ലത്തിൽ ഇല്ലാത്തത്. എല്ലാം ഏറ്റെടുത്തിട്ടുണ്ട്, ബട്ട് എന്തോ ഒരു കുറച്ച് സംഭവം പറയുന്നുണ്ട്. ലെറ്റ്സ് സീ. Purchase price was discharged by the allotment to the shareholder of the vendor company of 1 share of rupees 100, 90 paid of X for every 2 shares. Okay, purchase consideration, purchase price means purchase consideration. അതിലും നിങ്ങൾക്ക് ഇതുവരെ ചെയ്യാത്ത മോഡലിൽ എന്തോ ഒരു സംഭവം തന്നിട്ടുണ്ട്. സോ 2 പോയിന്റ് നിങ്ങൾക്ക് അറിയുന്നില്ല. എക്സ്പെൻസ് ഓഫ് ലിക്വിഡേഷൻ 3000. ഓക്കെ, ലിക്വിഡേഷൻ എക്സ്പെൻസ് 3000 ആണെന്ന് ഇവിടെ തന്നിട്ടുണ്ട്. മുകളിലും പറഞ്ഞിട്ടുണ്ട് എന്തോ കോസ്റ്റ് ഓഫ് ലിക്വിഡേഷൻ മെറ്റ് ചെയ്യാൻ വേണ്ടി 10,000 എന്നുള്ള പോയിന്റ് അവിടെ മേലെയുണ്ട്. സോ ഇവിടെ പറയുന്ന എന്തോ ഒരു 3000ന്റെ കണക്ക്. ദെൻ നെക്സ്റ്റ് ഡിസെൻഡിയൻ ഷെയർ ഹോൾഡർ ഓഫ് 100 ഷെയർ. അപ്പൊ 100 ഷെയർ എടുത്ത ഷെയർ ഹോൾഡർ ആണ് ഈ ഒരു സംഭവത്തിന് സമ്മതിക്കാവുന്നത്. വെർ പെയ്ഡ് അറ്റ് 70 per share. അവർക്ക് 70 രൂപ കൊടുത്തു, ഒരു ഷെയറിന് 70 രൂപ വെച്ച് കൊടുത്തു എന്ന് പറയുന്നുണ്ട്. ഓക്കെ, പാസ് ജേർണൽ എൻട്രീസ് ഇൻ ദ ബുക്ക് ഓഫ് കമ്പനീസ്. ജേർണൽ എൻട്രീസ് മാത്രം എഴുതാനാണ് പറയുന്നത്, ബട്ട് നമുക്ക് ഇത് മുഴുവനായിട്ടും ചെയ്ത് നോക്കാം. ഓക്കെ, നമുക്ക് ആദ്യം ഡിസെൻഡിങ് ഷെയർ ഹോൾഡേഴ്സ് എത്ര ഷെയർ ഹോൾഡേഴ്സിനാണ് ഇതിന് സമ്മതം എന്ന് നോക്കാം. അപ്പൊ ഇതിനു വേണ്ടി നമ്മൾ ടോട്ടൽ എത്ര ഷെയർ ഉണ്ടെന്ന് നോക്കാം. ഓക്കെ, ടോട്ടൽ എത്ര ഷെയർ ഉണ്ട് നോക്കാൻ ക്വസ്റ്റ്യനിലെ ബാലൻസ് ഷീറ്റ് എടുക്കണം. വൈ ലിമിറ്റഡിന്റെ ബാലൻസ് ഷീറ്റ്, ഇവിടെ വൈ ലിമിറ്റഡിന്റെ ബാലൻസ് ഷീറ്റ് മാത്രമേ തന്നിട്ടുള്ളൂ നമുക്ക്. സോ വൈ ലിമിറ്റഡിന്റെ ബാലൻസ് ഷീറ്റ് എടുക്കുക. സോ അതിനകത്ത് നമ്മളോടത്ത് കറക്റ്റ് ആയിട്ട് പറയുന്നുണ്ട് 12,000 ഷെയർ ആണ്. സോ ഞാൻ ടോട്ടൽ ഷെയറിൽ 12,000 എഴുതി. ഇനി തന്നില്ലെങ്കിൽ എന്ത് ചെയ്യണം? ഷെയർ ക്യാപിറ്റലിന് റുപ്പീസ് പെർ ഷെയറിനെ കൊണ്ട് ഡിവൈഡ് ചെയ്യണം. ഓക്കെ, അതെല്ലാം അറിയാലോ, നമ്മൾ മുന്നേ ഇങ്ങനെ നമ്പേഴ്സ് തന്നിട്ടുണ്ടായില്ല, നമ്മൾ സിമ്പിൾ തിങ് റൈറ്റ്. സോ 12,000 എഴുതി. അതിൽ സമ്മതമല്ലാത്ത ആൾക്കാർ ഡിസെൻഡിങ് ഷെയർസ് 100 ആണെന്നും ക്വസ്റ്റ്യനിൽ പറയുന്നുണ്ട്. അപ്പൊ സമ്മതമുള്ള ഷെയർ ഹോൾഡേഴ്സ് ഇതാണ് നമുക്ക് മനസ്സിലായി. ഓക്കെ, ഇതാണ് ഫസ്റ്റ് സ്റ്റെപ്പ്. അടുത്തത് കാൽക്കുലേഷൻ ഓഫ് പർച്ചേസ് കൺസിഡറേഷൻ. പർച്ചേസ് കൺസിഡറേഷൻ ഇവർക്കാണ് കൊടുക്കേണ്ടത്. ഓക്കെ, ദാറ്റ് ഇസ് ദ മെയിൻ പോയിന്റ്. പർച്ചേസ് കൺസിഡറേഷൻ വിൽ ഗോസ് ടു ദി സമ്മതമായ ഷെയർസിന്. ആൻഡ് ദിസ് ആര് പേ ചെയ്യണം? ഇവിടെ വെച്ച് ട്രാൻസ്ഫറർ കമ്പനിയുടെ ബുക്കിൽ വെച്ച്
ഇവർക്ക് പേ ചെയ്യുന്ന എൻട്രി നമ്മൾ എഴുതണം. ആര് പേ ചെയ്യണം? ചിലപ്പോൾ ഇതിന്റെ പൈസ ട്രാൻസ്ഫർ ഈ കമ്പനി കൊടുക്കുമായിരിക്കും. ബട്ട് പേയ്മെന്റ് എന്ന് പറയുന്ന ഒരു സംഭവം, അതിനെ റിലേറ്റ് ചെയ്തിട്ടുള്ള ജേണൽ എൻട്രി ഒക്കെ എവിടെ വരണം? ട്രാൻസ്ഫറർ കമ്പനിയിൽ വരണം. ഓക്കെ, ക്ലിയർ ആണ്? പറഞ്ഞ ഈ 2 പോയിന്റും ക്ലിയർ ആയിട്ട് ഓർമ്മിക്കുക. പർച്ചേസ് കൺസിഡറേഷൻ ഇവർക്ക് പേ ചെയ്യുന്ന എൻട്രി ട്രാൻസ്ഫറർ കമ്പനിക്കകത്ത് വരണം. ഇനി പർച്ചേസ് കൺസിഡറേഷന്റെ കാൽക്കുലേഷൻ ആണ് പറയുന്നത്. ഓക്കെ, അഗെയിൻ യു ഹാവ് ടു ടേക്ക് ദാറ്റ് ഇൻഫർമേഷൻ. Purchase price was discharged by the allotment to the shareholders of the vendor company of 1 share of rupees 100 for every 2 share. 1 share for every 2 share. 1 share for every 2 share. ഞാൻ മുന്നേയും പറഞ്ഞിട്ടുണ്ട് 1 share for every 2 share. So 1/2. 3 share for every 5 share എന്ന് പറയുമ്പോൾ 3/5. ഓക്കെ, ഇനി ഇവിടെ വേണ്ടത് നമ്പർ ഓഫ് ഷെയർസ് ആണ്. നമ്പർ ഓഫ് ഷെയർ നമ്മൾ ഇവിടെ കാൽക്കുലേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് 11,900. ഓക്കെ, ഐ എം അഗെയിൻ റീഡിംഗ്. പർച്ചേസ് പ്രൈസ് വാസ് ഡിസ്ചാർജ് ബൈ ദി അലോട്ട്മെന്റ് ടു ദി ഷെയർ ഹോൾഡർ. ഷെയർ ഹോൾഡർ എന്ന് പറഞ്ഞാൽ എത്ര ഷെയറിന്റെ ഹോൾഡർ? 11,900 into for every 1 share for every 2 share in Y Limited. ഇനി നിങ്ങളുടെ പ്രശ്നം ഇവിടെ 100 എന്നും കാണുന്നുണ്ട്, ബ്രാക്കറ്റിൽ 90 എന്നും കാണുന്നുണ്ട്. Again you read the sentence. Purchase price was discharged by the allotment to the shareholder of the vendor company of 1 share of rupees 100 each. ബ്രാക്കറ്റിൽ rupees 90 paid up. എത്രയാണ് നിങ്ങൾക്ക് പെയ്ഡ് അപ്പ്? സോ ആ ഒരു എമൗണ്ട് വേണം ഇവിടെ നിങ്ങൾ എടുക്കാൻ. ഓക്കെ, എത്രയാ പെയ്ഡ് അപ്പ്? 90. ഓക്കെ ഓക്കെ, എനിക്ക് ഇവിടെ ഇങ്ക് ഇല്ല മക്കളെ. ഇങ്കിന് പുറത്തു പോകാൻ ഒരു വഴിയുമില്ല. നാളെ ആണെങ്കിൽ നാളെ ലോക്ക്ഡൗൺ അല്ലേ. സോ ഇഷ്യൂസ് ആർ ദർ. ഹോപ്പ് ഇതിനെ കൊണ്ട് എഴുതുമ്പോൾ ക്ലിയർ ഇല്ലാത്ത പോലെ തോന്നും. സോ ഐ ആം അഗെയിൻ യൂസിങ് ദിസ് പെൻ. 1/2 into 90. ദിസ് ഇസ് പെയ്ഡ് അപ്പ്. എടുക്കണം, പെയ്ഡ് അപ്പ് എടുക്കണം. ഇത് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് 5,35,500 കിട്ടും. ഇതാണ് നിങ്ങളുടെ പർച്ചേസ് കൺസിഡറേഷൻ ഫോർ ദി സമ്മതമായ ഷെയർ ഹോൾഡേഴ്സ്. ഇത് ക്ലിയർ ആണല്ലോ? ഓക്കെ, ഇനി ഇവർക്ക് എന്താ ചെയ്യാൻ പോകുന്നത് നോക്കാം. ഡിസെൻഡിങ് ഷെയർ ഹോൾഡേഴ്സിന് ക്വസ്റ്റ്യൻ എടുക്കുക, ഒന്നും കൂടെ വായിക്കാം. ഡിസെൻഡിങ് ഷെയർ ഹോൾഡേഴ്സ് ഓഫ് 100 ഷെയർ വേർ പെയ്ഡ് rupees 70 per share. ഓക്കെ, ഇവർക്ക് പേയ്മെന്റ് നടത്തിയിരിക്കുന്നത് 100 ഷെയർസ് ഉള്ള ഇവർക്ക് പേയ്മെന്റ് നടത്തിയിരിക്കുന്നത് 70 rupees ആണ് ഒരു ഷെയറിന്. അപ്പൊ 100 ഷെയർ ഉണ്ടെങ്കിൽ അവർക്ക് കൊടുത്തിരിക്കുന്ന പൈസ 7,000 ആണ്. ഓക്കെ, വെരി നോമിനൽ ഇങ്ങനെ ചെറിയൊരു നെഗ്ലിജിബിൾ വാല്യൂ ഉള്ള ഷെയർ ഹോൾഡേഴ്സ് മാത്രമാണ് ഇതിന് സമ്മതിക്കാണ്ടിരിക്കുക. ഭൂരിഭാഗം പേര് ഇതിന് സമ്മതിക്കില്ലെങ്കിൽ ഈ ഒരു പ്രോസസ്സ് അവിടെ ആ ഒരു മീറ്റിംഗിൽ വെച്ച് തന്നെ ഈ ഒരു പ്രോസസ്സ് അവിടെ സ്റ്റോപ്പ് ആവും. ഓക്കെ, സോ വെരി നെഗ്ലിജിബിൾ എമൗണ്ട് ആയിരിക്കും ഈ ഡിസെൻഡിങ് ഷെയർ ഹോൾഡർ. ഓക്കെ ഓക്കെ, അപ്പൊ ഇവർക്ക് ഇനി പേയ്മെന്റ് കൊടുക്കുന്നത് 7,000. ഇനി ബാലൻസ് ഷീറ്റ് എടുക്കുക. ഓക്കെ, ബാലൻസ് ഷീറ്റിലെ ഷെയർ ക്യാപിറ്റൽ എന്ന് പറഞ്ഞാൽ 1,20,000 ആണ്. ഓക്കെ, 60,000 ആണ്. എത്രയാണോ ഷെയർ? 12,000 ഷെയർ ഓഫ് ₹50. അങ്ങനെയാണ് 60,000 ബാലൻസ് ഷീറ്റിൽ കാണിച്ചിരിക്കുന്നത്. ക്വസ്റ്റ്യൻ എടുക്കണേ, ഞാൻ പറയുമ്പോൾ ക്വസ്റ്റ്യൻ എടുക്കണം. ഇത് 6 lakh, റൈറ്റ്? 6 ലക്ഷം. ഓക്കെ, 6 ലക്ഷം. ഇതിനകത്ത് ഡിസെൻഡിങ് ഷെയർ ഹോൾഡർ ഉണ്ടല്ലോ. എത്രയാണോ ഡിസെൻഡിങ് ഷെയർസ്? 100. 50 വെച്ചിട്ട് 5,000. ഇതിനകത്ത് 5,000 ഏത് ഷെയർ ഹോൾഡർ ആയിരിക്കും? ഡിസെൻഡിങ് ഷെയർ ഹോൾഡറിന്റെ ഷെയർ ക്യാപിറ്റൽ ആയിരിക്കും. അതിലെന്താ പ്രശ്നമുണ്ടോ? ഇത് 12,000 × 50 ആണ് 6 ലക്ഷം നമ്മുടെ ബാലൻസ് ഷീറ്റിൽ തന്നത്. അപ്പൊ ഇതിൽ ഇത്ര പേർക്ക് സമ്മതം, ഇത്ര പേർക്ക് സമ്മതമല്ല. സോ സമ്മതം അല്ലാത്ത ആളുടെ ഷെയർ എന്ന് പറഞ്ഞാൽ 100 × 50 5,000. സോ അവർക്ക് നമ്മൾ ശരിക്കും എത്രയേ പേ ചെയ്യണ്ടു? അവർ എത്രയേ ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ളൂ?
നമ്മുടെ Y ലിമിറ്റഡിൽ 5000, ബട്ട് വി ആർ പേയിങ് എത്ര? വി ആർ പേയിങ് ദം 7000. ഓക്കെ, സോ ഈ ഒരു സംഭവം നമ്മൾ അക്കൗണ്ട് ത്രൂ കാണിച്ചിരിക്കണം. അത് ഞാനിവിടെ എഴുതി കാണിച്ചു തരാം. ഞാൻ ഡിസെൻഡിങ് ഷെയർ ഹോൾഡറിന്റെ അക്കൗണ്ട് വരെയാണ്. ഓക്കെ, ഡിസെൻഡിങ് ഷെയർ ഹോൾഡർ. ഓക്കെ, സംശയമൊന്നും വേണ്ടടാ. സംശയം ഉണ്ടെങ്കിൽ ഇവിടെ ശ്രദ്ധിക്കുക. ബാലൻസ് ഷീറ്റ് എടുക്കുക. ബാലൻസ് ഷീറ്റിനെ ഇങ്ങനെ മാറ്റി എഴുതുക. അസെൻഡിങ് ഷെയർ ഹോൾഡർ എന്നും എഴുതുക, ഡിസെൻഡിങ് ഷെയർ ഹോൾഡർ എന്നും എഴുതുക. ടോട്ടൽ എത്ര? 12000. ഓക്കെ, സോ അസെൻഡിങ് ഷെയർ ഹോൾഡർ, സമ്മതമുള്ള ഷെയർ ഹോൾഡർ എത്ര? സമ്മതമല്ലാത്ത ഷെയർ ഹോൾഡർ എത്ര? ഓക്കെ, ഒരു ഷെയറിന്റെ വില എത്രയാ? 50. ഒരു ഷെയറിന്റെ വില എത്രയാ? 50. സോ ഇത് നിങ്ങൾ ചെയ്തേ. ദിസ് ഇസ് 5000. ഓക്കെ, സി 5,95,000 വരും അല്ലേ? 5,95,000. സോ ഇതെല്ലാം കൂടെ ആഡ് ചെയ്താൽ യു വിൽ ഗെറ്റ് 6 lakh ബാലൻസ് ഷീറ്റ് എമൗണ്ട്. സോ ഡിസെൻഡിങ് ഷെയർ ഹോൾഡറിന് എലിജിബിൾ, അവർ ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്ന അവരുടെ ഷെയർ ക്യാപിറ്റൽ എത്ര? 5,000. സോ ഷെയർ ക്യാപിറ്റൽ ആണ്. സോ യു ഹാവ് ടു റൈറ്റ് ഇറ്റ് ഹിയർ. അവർക്ക് ബൈ ക്ലോസ് ചെയ്യാൻ ഡെബിറ്റ് ചെയ്യണം. സോ നമ്മളിവിടെ ഡെബിറ്റ് ചെയ്യുവാണ് ഷെയർ ക്യാപിറ്റൽ. ഇതിന്റെ എൻട്രി എന്താടോ? ഡിസെൻഡിങ് ഷെയർ ഹോൾഡറിന് പേ ചെയ്യുമ്പോൾ എൻട്രി എന്താ? ഷെയർ ക്യാപിറ്റൽ ക്ലോസ് ആവണം, എന്നിട്ട് ഷെയർ ഹോൾഡറിന്റെ പേരിലോട്ട് പോകണം. റൈറ്റ്, ഷെയർ ക്യാപിറ്റൽ ടു ഷെയർ ഹോൾഡർ അല്ലെ? പ്രിഫറൻസ് ഷെയർ ക്യാപിറ്റൽ ടു പ്രിഫറൻസ് ഷെയർ ഹോൾഡർ. റൈറ്റ്, ഇനിയോ ഈ ഷെയർ ഹോൾഡറിന് പേ ചെയ്യുന്ന എൻട്രി. ഷെയർ ഹോൾഡറിന് പേ ചെയ്യുമ്പോൾ എന്താണോ എൻട്രി വരിക? ഷെയർ ഹോൾഡർ അക്കൗണ്ട് ലെറ്റർ ടു ക്യാഷ്. ഈ ആർക്ക് പേ ചെയ്യുമ്പോൾ എന്താ എൻട്രി വരിക? ഷെയർ ഹോൾഡർ അക്കൗണ്ട് ലെറ്റർ ടു ക്യാഷ്. സോ ഈ ഒരു ഷെയർ ക്യാപിറ്റൽ 5,000 ആണ് ഇവിടെ വന്നിരിക്കുന്നത്. ഇവർക്ക് പേ ചെയ്യുന്ന എൻട്രി, ഇവർക്ക് എത്രയാണോ പേ ചെയ്യുന്നത്? നോ സോറി, 5,000. ഇവർക്ക് എത്രയാണ് പേ ചെയ്യുന്നത്? 7,000. സോ കമ്പനി ഈസ് പേയിങ് ദ 2,000 മോർ അല്ലെ? 2,000 രൂപ കൂടുതലല്ലേ കൊടുക്കുന്നത്. സോ അത് നമ്മൾ റിയലൈസേഷൻ അക്കൗണ്ടിലേക്ക് ഇടണം. ബൈ റിയലൈസേഷൻ, ബാലൻസിങ് ഫിഗർ ആണ് റിയലൈസേഷൻ. എനിക്കറിയാം എൻ്റെ പെന്നിന് വലിയ പ്രോബ്ലം ഉണ്ട്. സോ ഐ ഡോണ്ട് നോ, ക്ലാരിറ്റീൻ്റെ പ്രശ്നം ഉണ്ടാവുമെന്നൊന്നും അറിയില്ല മക്കളെ. ഓക്കെ, ഞാൻ ഇവിടെ പോകുമ്പോൾ ഇവിടെ വെച്ച ഇങ്ക് എവിടെ നോക്കിയിട്ടും കാണുന്നില്ല. എനിവേ ഒന്നും കൂടെ പരത്തി നോക്കട്ടെ. സി ക്ലിയർ ആണല്ലോ? സി ഈ ഒരു സംഭവം റിയലൈസേഷൻ അക്കൗണ്ടിലേക്ക് എഴുതണം. ഓക്കെ, അഗെയിൻ റിപ്പീറ്റ് ആയിട്ട് കാണുക, തിങ്ക് ചെയ്ത് കാണുക. ഇതായിരുന്നു ബാലൻസ് ഷീറ്റിൽ 6 ലക്ഷം. അതിൽ എത്ര ഡിസെൻഡിങ് എത്ര അസെൻഡിങ് ഷെയർ ഹോൾഡേഴ്സിന് ഉണ്ട്? ഡിസെൻഡിങ് ഷെയർ ഹോൾഡേഴ്സിന് 5,000 അവർക്ക് തിരിച്ചു കൊടുക്കണം. ബട്ട് തിരിച്ചു കൊടുത്തത് 7,000 ആണെന്ന് പറയുന്നുണ്ട്. അപ്പം നമ്മളെ കമ്പനിയിൽ ലാഭമായിക്കോട്ടെ നഷ്ടമായിക്കോട്ടെ നമ്മൾ ഏത് അക്കൗണ്ടിലോട്ട് ക്ലോസ് ചെയ്യാൻ പോകുമ്പോൾ ഏത് അക്കൗണ്ടിലോട്ട് ഇടുന്നുണ്ട്? റിയലൈസേഷൻ. സോ ഇതാണ് അവിടെ ചെയ്തിരിക്കുന്നത്. ഇനി ഞാൻ ഇതിന്റെ റിയലൈസേഷൻ അക്കൗണ്ട് വരഞ്ഞിട്ട് വരാം. ഓക്കെ, യു ഓൾസോ സ്റ്റാർട്ട് ഡൂയിങ് വിത്ത് മീ. ക്വസ്റ്റ്യൻ എടുക്കുക. റിയലൈസേഷൻ അക്കൗണ്ട് ആണ്. ഞാൻ എൻട്രി ഒന്നും എഴുതുന്നില്ല. ആദ്യം അസറ്റ് ട്രാൻസ്ഫർ ചെയ്യുന്ന എൻട്രി ആണ് വേണ്ടത്. ഓക്കെ, അവിടെ എന്തോ എക്സെപ്റ്റ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള പോയിന്റ് ഉണ്ട്. അതൊക്കെ നമ്മൾ ഇവിടെ വെച്ച് ക്ലിയർ ചെയ്യും. ഓക്കെ, സോ അസറ്റ് ടേക്ക് ഓവർ ചെയ്യുന്ന എൻട്രി ആണ് ഞാനിവിടെ എഴുതുന്നത്. സോ ലാൻഡ് ആൻഡ് ബിൽഡിംഗ്, പ്ലാന്റ് ആൻഡ് മെഷീനറി ഒന്നും റീവാല്യൂ ചെയ്താലും ചെയ്തില്ലെങ്കിൽ ഇവിടെ നമ്മൾ ബുക്ക് വാല്യൂലാണ് എടുക്കേണ്ടത്. ഫർണിച്ചർ ഞാൻ റിപ്പീറ്റ് ചെയ്ത് ബോറടിപ്പിക്കുന്നില്ല. സ്റ്റോക്ക് ഞാൻ ഇങ്ങനെ എന്തിനാ എഴുതിയിട്ട് കാണിച്ചെന്ന മീൻസ് എഴുതിയിട്ടല്ല, എനിക്കിവിടെ പറയാനുള്ളത് കൊണ്ടാണ് ഞാനിവിടെ എഴുതുന്നത് അടക്കം. ടു ക്യാഷ്. സോ ഇങ്ങനെയാണ് നമ്മളിവിടെ ട്രാൻസ്ഫർ ചെയ്യുക. എല്ലാം നമ്മുടെ ബാലൻസ് ഷീറ്റ് വാല്യൂവിൽ 1,80,000, 1 lakh. You also do with me. Okay, 2,50,000. Okay, debtor is 2,80,000. Now cash എന്ന് പറയുന്ന റൈറ്റും ഉണ്ട്. ക്യാഷിൽ ഉള്ളത് 25,000 ആണ്. ഇനി ഞാൻ ആ ക്വസ്റ്റ്യൻ ഒന്നുകൂടെ എടുത്ത് വായിക്കുവാണ്. എല്ലാ അസറ്റ്സ് ആൻഡ് ലയബിലിറ്റീസ് എക്സെപ്റ്റ് എ സം ഓഫ് ₹10,000 എല്ലാം ഏറ്റെടുത്തിട്ടുണ്ട്. പക്ഷേ എങ്കിൽ ക്യാഷിൽ ഒരു 10,000 രൂപ ഞങ്ങൾ ആക്സെപ്റ്റ് ചെയ്തിട്ടില്ല. ക്യാഷിന്റെ കേസിൽ നമ്മൾ എന്താ പഠിച്ചത്? ടേക്ക് ഓവർ ചെയ്ത ക്യാഷ് മാത്രം എവിടെ കാണിച്ചാൽ മതി? റിയലൈസേഷനിൽ. അപ്പൊ 10,000 ഏറ്റെടുത്തിട്ടില്ല. അപ്പൊ എത്ര ഏറ്റെടുത്ത? മൊത്തം 25 ഉണ്ടായി, 10,000 ഏറ്റെടുത്തിട്ടില്ല. അപ്പൊ എത്രയാണ് ഏറ്റെടുത്തത്? ഇതിൽ നിന്ന് ഇത് മൈനസ് ചെയ്യുക. 15,000 ഏറ്റെടുത്തിട്ടുള്ളൂ. ഈ ഒരു കണ്ടീഷൻ ക്യാഷിന്റെ കേസിൽ മാത്രമാണ് അസറ്റിന്റെ കൂട്ടത്തിൽ അപ്ലിക്കബിൾ. ടേക്ക് ഓവർ ചെയ്ത ക്യാഷ് മാത്രമേ റിയലൈസേഷൻ അക്കൗണ്ടിൽ കാണിക്കാൻ പാടുള്ളൂ.
ഇത് ക്ലിയർ ആണ്. ഇനി അതിന്റെ കൂടെയുള്ള സെന്റൻസ് നമുക്കൊന്നും കൂടെ വായിച്ചേക്കാം. ₹10,000 എടുത്തിട്ടില്ല എക്സെപ്റ്റ് എ സം ഓഫ് ₹10,000. അതെന്തിനു വേണ്ടിയിട്ടാണ് ഇവിടെ എടുക്കാണ്ട് വെച്ചത്? ഈ 10,000 എന്താ എടുക്കാഞ്ഞത്? അവരോട് പറഞ്ഞു കോസ്റ്റ് ഓഫ് ലിക്വിഡേഷൻ മീറ്റ് ചെയ്യാനും ഡിസെൻഡിങ് ഷെയർ ഹോൾഡേഴ്സിന് പേയ്മെന്റ് കൊടുക്കാൻ വേണ്ടിയിട്ടുമാണ് ഇത് എടുക്കാഞ്ഞത്. അങ്ങനെയല്ലേ ആ സെന്റൻസ് ഉള്ളത്. ഓക്കെ, ഇനി ക്വസ്റ്റ്യൻ നിങ്ങൾ വായിച്ചു വരുമ്പോൾ കോസ്റ്റ് ഓഫ് ലിക്വിഡേഷൻ 3,000 തന്നിട്ടുണ്ട്. ഷെയർ ഹോൾഡേഴ്സ് ഡിസെൻഡിങ് ഷെയർ ഹോൾഡേഴ്സിന് കൊടുത്തത് 7,000 തന്നിട്ടുണ്ട്. 10,000 ആയില്ലേ? ഇത് രണ്ടും മീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇവർ ഈ 10,000 എക്സ് ലിമിറ്റഡ് വൈ ലിമിറ്റഡിന് അടുത്തുനിന്ന് ഏറ്റെടുക്കാണ്ടിരുന്നത്. ഓക്കെ ഓക്കെ, സോ ദിസ് ഇസ് 10,000. ഇനി ലാബിലിറ്റി ട്രാൻസ്ഫർ ചെയ്യുന്ന എൻട്രി. ഓക്കെ, എനിക്കിവിടെ ഡെറ്റർ പ്രൊവിഷൻ കഴിഞ്ഞിട്ടുള്ള ഡെറ്റർ എടുക്കണേ. പ്രൊവിഷൻ നമ്മൾ ഡിപ്രിസിയേഷൻ്റെ ഒരു സ്ഥലത്ത് വന്നപ്പോഴും ഡിപ്രിസിയേഷൻ കഴിഞ്ഞിട്ടുള്ള വാല്യൂ എടുത്ത് അതുപോലെ തന്നെ ഇവിടെ 2,90,000 മൈനസ് പ്രൊവിഷൻ ആണ്. സോ 2,80,000 ഇവിടെ എടുക്കണം. പഴയ ടെക്സ്റ്റിൽ അത് വ്യത്യാസം ഉണ്ടാവും. ഇപ്പുറത്തെ എടുത്താണോ ഓൾഡ് സിലബസിലാണ് അത് അതിൻ്റെ വഴിയിൽ ഇങ്ങനെ തന്നെ ചെയ്താൽ മതി. അവരും പുതിയതല്ലേ പഠിക്കേണ്ടത് അല്ലേ? ഇനി ഹയർ സ്റ്റഡീസിന് പോകുമ്പോൾ പുതിയതല്ലേ, നിങ്ങൾക്ക് പുതിയ ചെയ്താൽ തെറ്റൊന്നും ഇടുവൊന്നുമില്ലല്ലോ. എനിവേ, അടുത്തത് ബൈ ക്രെഡിറ്റർ. ഞാൻ അവിടെ ലാബിലിറ്റി ട്രാൻസ്ഫർ ചെയ്തിട്ടുണ്ട്. ബൈ ക്രെഡിറ്റർ വേറെ ഒന്നുമില്ല. ക്രെഡിറ്റർ 75,000 ആസ് പെർ ബാലൻസ് ഷീറ്റ്. ഇനി വരുന്നത് പർച്ചേസ് കൺസിഡറേഷൻ ഡ്യൂ ആകുന്ന എൻട്രി ആണ്. സോ ദാറ്റ് ഈസ് എക്സ് ലിമിറ്റഡ്. പർച്ചേസ് കൺസിഡറേഷൻ ഞാൻ അവിടെ റബ്ബാക്കി പോയി. നമുക്ക് എത്രയാണ് കിട്ടിയ? 5,35,500. പിന്നെയും വരുന്നുണ്ട് ഈ ഒരു എൻട്രീൻ്റെ ഇഫക്റ്റ്. ഈ ഒരു എൻട്രീൻ്റെ ഇഫക്റ്റ് ഇവിടെ വരും. ടു ഡിസെൻഡിങ് ഷെയർ ഹോൾഡർ 2,000. ഓക്കെ, പിന്നെ എന്താ വരുന്നത്? പർച്ചേസ് കൺസിഡറേഷൻ ഡ്യൂ, അത്രയേ ഉള്ളൂ. ഇനി നമ്മൾ ഇതിനെ ബാലൻസ് ചെയ്യുന്നു. ബാലൻസ് ചെയ്തിട്ട് നമ്മളിവിടെ ബൈ ഇക്വിറ്റി ഷെയർ ഹോൾഡർ എന്ന് എഴുതും. പ്രത്യേകം നോട്ട് ചെയ്ത മക്കളെ, ഇതൊക്കെ സഹിക്കേണ്ടത് വില്ലിംഗ് ആയിട്ടുള്ള ഷെയർ ഹോൾഡർ മാത്രമാണ്, ഡിസെൻഡിങ് ഷെയർ ഹോൾഡർ അല്ല. ഓക്കെ, വില്ലിംഗ് ഷെയർ ഹോൾഡർ ആണ്, ഡിസെൻഡിങ് ഷെയർ ഹോൾഡർ അല്ല. ഓക്കെ, ഇത് ലോസ് ആണ്. സോ ഇത് സഹിക്കേണ്ടത് ആര്? നമ്മുടെ വില്ലിംഗ് ആയിട്ടുള്ള ഇവര് ഒഴിവായി പോയി. ഇവരിനി ഈ ഒരു കാര്യമൊന്നും ബോധറാവണ്ട. ഓക്കെ, ഇത് കിട്ടും നിങ്ങൾക്ക് ബാലൻസിങ് ഫിഗർ. ഓക്കെ ആണ്. ഓക്കെ, ഇനി നിങ്ങൾ എന്ത് ചെയ്യാം? നമ്മുടെ ഷെയർ ഹോൾഡറിന്റെ അക്കൗണ്ട് വരാം, അതും കൂടെ നമുക്ക് വരാം. ഓക്കെ, ഷെയർ ഹോൾഡറിന് ഇവിടെ ഇക്വിറ്റി ഷെയറിന് ഒന്നും തന്നിട്ടില്ല. അതുകൊണ്ട് നിങ്ങൾ ജസ്റ്റ് ഷെയർ ഹോൾഡറിന് എഴുതിയാൽ മതി. ഇക്വിറ്റി ഷെയർ ഹോൾഡറിനോ പ്രിഫറൻസ് ഷെയർ ഹോൾഡറിനോ ഒന്നും ക്വസ്റ്റ്യനിൽ തന്നിട്ടില്ലെങ്കിൽ നിങ്ങൾ അങ്ങനെ മെൻഷൻ ചെയ്യാം. ഷെയർ ഹോൾഡറിന്റെ എടുക്കുമ്പം ആദ്യം ലാബിലിറ്റി സൈഡ് എടുക്കുക. ഫിക്ടീഷ്യസ് അസറ്റ് ഉണ്ടോ എന്ന് നോക്കുക. അത് ക്ലോസ് ചെയ്യുന്ന എൻട്രി പാസ് ചെയ്യണം. ഓക്കെ, അങ്ങനെയൊന്നുമില്ല. അത് ക്ലോസ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് ഇവിടെ വരും. ബിക്കോസ് ഫിക്ടീഷ്യസ് അസറ്റ് ആണ്. അസറ്റ് ക്ലോസ് ചെയ്യാൻ 2 ഇടണം. എൻട്രിയിലാണെങ്കിൽ ക്രെഡിറ്റ് 2 പറഞ്ഞിട്ട് ഇവിടെ വരും. ബട്ട് നോ ഫിക്ടീഷ്യസ് അസറ്റ്. പിന്നെ വരുന്നത് നമ്മുടെ ഷെയർ ക്യാപിറ്റൽ ക്ലോസ് ചെയ്യണം. ഇവർക്ക് അവകാശപ്പെട്ട എല്ലാ റിസർവ്സും ക്ലോസ് ചെയ്യണം. സോ അതിവിടെ വരും. ഇവിടെ ക്വസ്റ്റ്യൻ പറയുവാണെങ്കിൽ കോമൺ മിസ്റ്റേക്ക്, ഇവിടെ 6 ലക്ഷം എഴുതാൻ പാടില്ല മക്കളെ. ഇവിടെ എത്ര എഴുതാൻ പാടുള്ളൂ? ഞാനിപ്പോൾ നേരത്തെ കണ്ടുപിടിച്ചില്ല, 5,95,000 നേരത്തെ നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട്. ബിക്കോസ് 5,000 ആരതാ? ടോട്ടൽ 6 lakh ഉണ്ടായി. 5,000 ഇസ് ഫോർ ഡിസെൻഡിങ് ഷെയർ ഹോൾഡർ. സോ 5,95,000. ഇതൊക്കെ കുട്ടികൾ തെറ്റിച്ച് വെക്കുന്നതാണ്. സോ നിങ്ങളത് തിങ്ക് ആൻഡ് റൈറ്റ്. ഇങ്ങനെയല്ലേ എന്നെല്ലാം മീൻസ് എല്ലാം മനസ്സിലാക്കി ചെയ്യും കേട്ടോ. വെറുതെ എന്തെങ്കിലും എഴുതാണ്ട് ഇങ്ങനെയാണ് അതിൻ്റെ പ്രോസസ്സ് എന്ന് മനസ്സിലാക്കി ചെയ്യുക. അക്കൗണ്ടൻസി ഭയങ്കര സിമ്പിളാണ്. അതൊരു ഭയങ്കര പ്രശ്നമേ അല്ല. ഓക്കെ, ഇനി വരുന്നത് ഇവിടെ റിയലൈസേഷൻ അക്കൗണ്ട് ചെയ്തപ്പം റിയലൈസേഷൻ അക്കൗണ്ടിൽ ലോസ് വന്നിട്ടുണ്ട്. സോ ആ റിയലൈസേഷൻ അക്കൗണ്ടിന്റെ ലോസ് ഇവിടെ എഴുതണം. ഓക്കെ, ഷെയർ ഹോൾഡറിന്റെ അക്കൗണ്ട് നോക്കുവാണെങ്കിൽ ഈ ഭാഗത്ത് എല്ലാം ഷെയർ ഹോൾഡറിന് ലോസ് വരുന്നതായിരിക്കും, നഷ്ടം വരുന്നത്. ഇവിടെ ആയിരിക്കും നമ്മുടെ ഫിക്ടീഷ്യസ് അസറ്റ് വരിക. ഫിക്ടീഷ്യസ് അസറ്റ് സൈഡ് കാണിക്കുന്നുണ്ടെങ്കിലും നമ്മുടെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലെ നഷ്ടം, നമ്മളെ പ്രിലിമിനറി എക്സ്പെൻസ് എന്നൊക്കെ പറഞ്ഞ് നമുക്ക് നഷ്ടമുള്ള സാധനമാണ് ഫിക്ടീഷ്യസ് അസറ്റിൽ കാണിക്കുന്നത്. സോ ഈ ഭാഗത്ത് നമ്മൾ എപ്പോഴും ഷെയർ ഹോൾഡറിന് ലെസ് ചെയ്ത് വാല്യൂ, ഈ ഭാഗത്ത് ഷെയർ ഹോൾഡറിന്റെ വാല്യൂ കൂടുന്നതുമായിരിക്കും നമ്മൾ എഴുതാം. ഓക്കെ, ഇവിടെ ഒരെണ്ണവും കൂടി ഉണ്ട്. റിസർവ് മാത്രമല്ല P&L അക്കൗണ്ടും കൂടെ ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. ദാറ്റ് ഇസ് 65,000. ഓക്കെ,
Now you have to write shares in purchase consideration ആ ഒരു എൻട്രി, shares in X Limited. പർച്ചേസ് കൺസിഡറേഷൻ എത്രയായിരിക്കും കിട്ടിയത് അത് തന്നെ ഇവിടെ വരും. അത് തന്നെ ഇവിടെ വരുമോ നിങ്ങളൊന്ന് റീചെക്ക് ചെയ്യണം. ഇത്രയുണ്ട്, സോറി ഇത് എത്ര, റിയലൈസേഷൻ അക്കൗണ്ട് 2,44,500. ഇതിന്റെ മീനിങ് എന്താ? ഇത്ര ദേ ഹാഡ് ടേക്കൻ ക്ലെയിം. ഇവർക്ക് ആ ഒരു വൈ ലിമിറ്റഡിന് ഇത്ര കിട്ടാനുണ്ട്. ഷെയർ ക്യാപിറ്റൽ വകയിൽ ഇത്ര, റിസർവ് വകയിൽ ഇത്ര, ഈ P&L അക്കൗണ്ട് വക ഇത്ര, അതിൽ ഇത്ര പൈസ ലോസ് ആയി. അപ്പൊ ബാക്കി ഇവർക്ക് ഇത്ര എലിജിബിൾ ടു ഗെറ്റ്. ഇതായിരിക്കണം നമ്മുടെ എന്ത്, പർച്ചേസ് കൺസിഡറേഷൻ. അല്ലെങ്കിൽ നിങ്ങളുടെ കണക്ക് തെറ്റാണ്. ദേ ഹാവ് ടു ഗെറ്റ് ഈ ഒരു എമൗണ്ട്. ഈ ഒരു എമൗണ്ട് എന്ന് പറയുന്നത് അവരുടെ ക്ലെയിം ചെയ്യുന്നതും അവർക്കുള്ള നഷ്ടവും മൈനസ് ചെയ്തിട്ടുള്ളതാണ് ഈ ഒരു എമൗണ്ട്. ഇത് തന്നെ നിങ്ങളുടെ പർച്ചേസ് കൺസിഡറേഷന്റെ കാൽക്കുലേഷനിൽ കിട്ടണം. ഓക്കെ, കിട്ടിയിട്ടുണ്ടല്ലോ, അല്ലെങ്കിൽ തെറ്റാന്നർത്ഥം. ഇത് രണ്ടും ടോട്ടൽ ചെയ്താൽ ടാലി ആവും. ക്ലിയർ ആണ്. ഇനി ഇതിന്റെ let me see what is done in your textbook. Okay, ബാങ്ക് അക്കൗണ്ട് വരച്ചിട്ടുണ്ട്. ബാങ്ക് അക്കൗണ്ട് വരേണ്ട കാര്യമൊന്നുമില്ല, നമ്മൾ ഓൾറെഡി അതൊക്കെ ചെയ്തതാണ്. ബാങ്ക് അക്കൗണ്ട് വരണമെങ്കിൽ നമുക്ക് വരയാം. ഓക്കെ, ഇവിടെ ബാങ്ക് അക്കൗണ്ട് എന്താ വരഞ്ഞതെന്നും കൂടെ ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, ബാങ്ക് അക്കൗണ്ടിൽ ടോട്ടൽ 25,000 ഉണ്ടായിരുന്നു. ബാലൻസ് ഷീറ്റ് എടുത്ത് നോക്കിയാൽ ക്യാഷിൽ 25,000 ഉണ്ടായിരുന്നു. അതിൽ 10,000 ടേക്ക് ഓവർ ചെയ്യാത്തതാണ്. അപ്പൊ 15,000 ടേക്ക് ഓവർ ചെയ്തു. ഈ 25നെ നമ്മൾ ഡിവൈഡ് ചെയ്യുവാണെങ്കിൽ 15,000 എക്സ് ലിമിറ്റഡ് എടുത്തു കൊണ്ടുപോയി. സോ ഈ 15,000ത്തിന് ഇനി ഇത് നമ്മൾ വൈ ലിമിറ്റഡിന്റെ ബുക്കല്ലേ. അപ്പൊ ഈ വൈ ലിമിറ്റഡ് ഈ 15,000നെ പറ്റി ആലോചിക്കണോ, പോയ പൈസനെ പറ്റി ആലോചിക്കണോ? നോ. അപ്പൊ അവരുടെ കയ്യിലുള്ള ഈ 10,000 അവരെങ്ങനെ ചെലവഴിച്ചു എന്നാണ് ഈ ബാങ്ക് അക്കൗണ്ട് ത്രൂ അവർ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. അപ്പൊ അവരുടെ കയ്യിൽ ടു ബാലൻസ് അല്ലേ, നമ്മുടെ അസറ്റ് അക്കൗണ്ടിന്റെ ബാലൻസ് എപ്പോഴും ഈ ഭാഗത്താണ് നമ്മൾ എഴുതുക, ബ്രോട്ട് ഡൗൺ ചെയ്ത ബാലൻസ്. സോ 25,000 എഴുതരുത്, 10,000 എഴുതണം. കാരണം എന്ത്, 15,000 നിങ്ങളുടെ കയ്യിലില്ല, അത് എക്സ് ലിമിറ്റഡ് ടേക്ക് ഓവർ ചെയ്തു. അത് നിങ്ങൾ റിയലൈസേഷൻ അക്കൗണ്ടിൽ ഇട്ടിട്ട് ക്ലോസ് ചെയ്തിട്ടുണ്ട്. ടോട്ടൽ 25 ക്യാഷ്, അതിന് കറസ്പോണ്ടിങ് ആയിട്ട് 15 നിങ്ങൾ ഓൾറെഡി എൻട്രിയിൽ ക്രെഡിറ്റ് ചെയ്തു ആൻഡ് ഇറ്റ് ഇസ് ക്ലോസ്. ഇനി ബാക്കിയുള്ളത് 10,000 ആണ്. സോ 10,000 ഇവിടെ എഴുതാം. ആ 10,000 എങ്ങനെയൊക്കെയാണ് കൊടുത്തിരിക്കുന്നത്? നമ്മുടെ ഡിസെൻഡിങ് ഷെയർ ഹോൾഡറിന് 7,000 ബൈ ഡിസെൻഡിങ് ഷെയർ ഹോൾഡറിന് 7,000. പിന്നെ ഉള്ളത് ലിക്വിഡേഷൻ എക്സ്പെൻസ് ആണ്. ലിക്വിഡേഷൻ എക്സ്പെൻസ് 3,000. ലിക്വിഡേഷൻ എക്സ്പെൻസിന്റെ എൻട്രി നിങ്ങൾ എൻട്രി പഠിച്ച ഭാഗങ്ങളിൽ ചെന്ന് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ട്രാൻസ്ഫറർ കമ്പനിയാണ് ലിക്വിഡേഷൻ എക്സ്പെൻസ് മീറ്റ് ചെയ്തതെങ്കിൽ, ലിക്വിഡേഷൻ എക്സ്പെൻസ് മീറ്റ് ചെയ്തത് ട്രാൻസ്ഫറർ കമ്പനി ആണെങ്കിൽ എൻട്രി എടുത്ത് നോക്കിയാൽ മതി. നിങ്ങൾ ടെക്സ്റ്റ് ബുക്ക് അല്ലെങ്കിൽ ഞങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്ത റിയലൈസേഷൻ അക്കൗണ്ട് എൻറ്റർ ടു ബാങ്ക് എന്നാണ് എൻട്രി. ലിക്വിഡേഷൻ എക്സ്പെൻസ് മെറ്റ് ബൈ ട്രാൻസ്ഫറർ കമ്പനി. ഓക്കെ, സോ എൻട്രി ഈസ് റിയലൈസേഷൻ അക്കൗണ്ട് എൻറ്റർ ടു ബാങ്ക്. ഓക്കെ, ഞാൻ ഓൾറെഡി എക്സ്പ്ലെയിൻ ചെയ്തു, ബട്ട് റെക്കോർഡായില്ല. മെറ്റ് ബൈ ദ ട്രാൻസ്ഫറർ ആണെങ്കിൽ റിയലൈസേഷൻ അക്കൗണ്ട് എൻറ്റർ ടു ബാങ്ക് ആണ്. നിങ്ങൾ പോയി നോക്കിയാൽ മതി, അവിടെ എൻട്രി കാണാൻ പറ്റും. സോ ഇൻ ബാങ്ക് അക്കൗണ്ട് ബൈ റിയലൈസേഷൻ, ദാറ്റ് ഈസ് ലിക്വിഡേഷൻ എക്സ്പെൻസിൻ്റെ എൻട്രി 3,000. ദിസ് ഇസ് 7,000. ഞാൻ നേരത്തെ 2,000 എഴുതിയോ എന്നൊരു ഡൗട്ട് ഉണ്ട്. ദിസ് 7,000 അല്ലേ. ഡിസെൻഡിങ് ഷെയർ ഹോൾഡറിന് എത്രയാണ് പേ ചെയ്യുന്ന? 7,000. 2 എഴുതിയോ എന്ന് എനിക്ക് സംശയം, അത് ഞാൻ മായ്ച്ചും പോയി. ഓക്കെ, സോ ദിസ് ഇസ് റിയലൈസേഷൻ 3,000. നിങ്ങൾക്ക് എത്ര കിട്ടി? 10,000 കിട്ടി. ഹിയർ ഓൾസോ 10,000. നൗ ഇത്രയും ചെയ്ത് കഴിഞ്ഞാൽ ട്രാൻസ്ഫറർ വൈ ലിമിറ്റഡിന്റെ ബുക്സ് ഓഫ് അക്കൗണ്ട് ഒക്കെ ക്ലോസ് ആയിട്ടുണ്ട്. എല്ലാം റീചെക്ക് ചെയ്ത് നോക്കി, ഏതെങ്കിലും അക്കൗണ്ടിൽ എന്തെങ്കിലും ബാലൻസ് ഉണ്ടോ നോക്കിക്കോ. ഒരു ബാലൻസും ഉണ്ടാവില്ല. നൗ യു വിൽ you will write the journal entries in the book of transferee, that is X Limited. ഏറ്റെടുത്ത എല്ലാ അസറ്റിന്റെ പേരും ഇവിടെ എഴുതണം. ലാൻഡ് അക്കൗണ്ട്, പ്ലാന്റ് ആൻഡ് മിഷനറി,
സ്റ്റോക്ക് എല്ലാ അസറ്റും ട്രാൻസ്ഫർ ചെയ്തിട്ടുണ്ട്, ബട്ട് ക്യാഷ് എത്രയേ ട്രാൻസ്ഫർ ചെയ്തിട്ടുള്ളൂ? 15,000. ബാക്കിയൊക്കെ അതിൻ്റെ സെയിം എമൗണ്ട് ഇവിടെ കാണിക്കണം. ദിസ് ഇസ് 2,80,000 ആൻഡ് ദ സ്റ്റോക്ക് ഇസ് 2,50,000, 1,25,000. ടെക്സ്റ്റിൽ നോക്കിയിട്ട് എമൗണ്ട് എഴുതുക. എമൗണ്ടിനൊന്നും എന്നെ റിലേ ചെയ്യാൻ പാടില്ല. ഞാൻ നിങ്ങൾക്ക് കറക്റ്റായിട്ട് ഓരോന്നും എന്താ വരുന്നത് പോകുന്നതെന്നൊക്കെ പറഞ്ഞു തരുന്നുണ്ട്. അതുപോലെ നിങ്ങൾ ആലോചിച്ച് ചെയ്യുക. ആൻഡ് ടു ദ ക്രെഡിറ്റർ ഇറ്റ് ഈസ് 75,000 ടു ഇവിടെ എഴുതാം, ഇവിടെ ആയിരിക്കും വരുന്നത്. ടു ലിക്വിഡേറ്റേഴ്സ് ഓഫ് വൈ ലിമിറ്റഡ് പർച്ചേസ് കൺസിഡറേഷൻ്റെ എമൗണ്ട് 5,35,500. റൈറ്റ്. ഇനി ബാലൻസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എത്രയാണോ വരിക അതിവിടെ എഴുതുക. ക്യാപിറ്റൽ റിസർവിനകത്താണ് വരിക. ഓക്കെ, ബാലൻസിങ് ഫിഗർ അത് നിങ്ങളിവിടെ എഴുതുക. നിങ്ങൾ തന്നെ കണ്ടുപിടിക്കുക, എഴുതുക. ഇനി രണ്ടാമത്തെ എൻട്രി ഇവർക്ക് പേ ചെയ്യുന്ന എൻട്രി. ഇവർക്ക് പേ ചെയ്യുന്നത് ഷെയർ ആയിട്ടാണെന്ന് പറയുന്നുണ്ട്. സോ ലിക്വിഡേറ്റേഴ്സ് ഓഫ് വൈ ലിമിറ്റഡ് ടു ഷെയർ. സിൻ എഴുതാൻ പാടില്ല, എന്തെഴുതണം? ഷെയർ ക്യാപിറ്റൽ. ഇതിൻ്റെ റീസൺ നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ എക്സ്പ്ലെയിൻ ചെയ്തു. സെയിം തിങ് 5,35,500, 5,35,500. ഓക്കെ. സി ഡിസെൻഡിങ് ഷെയർ ഹോൾഡറിൻ്റെ ഇഫക്റ്റ് ഒന്നും ഇവിടെ വരില്ല. ലിക്വിഡേഷൻ എക്സ്പെൻസ് മീറ്റ് ചെയ്തിരിക്കുന്നത് ട്രാൻസ്ഫറർ ആണ് ഇത് കൊടുത്തത്. സോ അതിൻ്റെ ഇഫക്റ്റ് ഇല്ല. സോ അങ്ങനെയുള്ള ഒരു കാര്യവും ഇവിടെ വരില്ല. ഇന്നത്തെ വീഡിയോന് ക്ലാരിറ്റീൻ്റെ പ്രോബ്ലം ഉണ്ട്. ഓക്കെ, സോ ചെയ്തിട്ടുണ്ട്, നോക്കുക, നന്നായിട്ട് നോക്കുക. ഇനി എക്സ്റ്റേണൽ റീകൺസ്ട്രക്ഷൻ ആണ് പറയേണ്ടത്. ഇതിൻ്റെ ബാലൻസ് ഷീറ്റ് വരയുന്നില്ല, ബിക്കോസ് എക്സ് ലിമിറ്റഡിൻ്റെ ബാലൻസ് ഷീറ്റ് നമുക്ക് തന്നിട്ടില്ല. എക്സ് ലിമിറ്റഡിൻ്റെ ബാലൻസ് ഷീറ്റ് തന്നിട്ട് അതും കൂടെ എടുത്ത് ആഡ് ചെയ്ത് എഴുതണം. ബിക്കോസ് ഇത് ടേക്ക് ഓവർ ആണ്, അമാൽഗമേഷൻ ഒന്നുമല്ല. അമാൽഗമേഷൻ അല്ല എന്ന് പറയില്ല, ബിക്കോസ് എവറിത്തിങ് അക്കൗണ്ടിങ് ട്രീറ്റ്മെൻറ്റ് ഇതിനൊക്കെ സെയിം ആണ് കേട്ടോ. എക്സ്റ്റേണൽ റീകൺസ്ട്രക്ഷൻ ആണ് അടുത്ത് പറയേണ്ടത്, അതിനും അക്കൗണ്ടിങ് ട്രീറ്റ്മെൻറ്റ് സെയിം ആണ്. ഇന്റേണൽ റീകൺസ്ട്രക്ഷൻ ആണ് വേറെ രീതിയിൽ നമ്മൾ പ്രോബ്ലം ചെയ്യുക. ഓക്കെ, സോ എക്സ്റ്റേണൽ റീകൺസ്ട്രക്ഷൻ അടുത്തത് എടുക്കും. അപ്പോൾ നെക്സ്റ്റ് ക്ലാസ്സിൽ എക്സ്റ്റേണൽ റീകൺസ്ട്രക്ഷൻ എടുക്കാം. നിങ്ങൾ മനസ്സിലായിട്ടുണ്ടെങ്കിൽ എൻ്റെ അടുത്ത് പറയാം. വളരെ ചുരുക്കം കുട്ടികൾ മാത്രമേ റിപ്ലൈ തരുന്നുള്ളൂ. അവർക്ക് വെരി വെരി താങ്ക് യു. ഓക്കെ, ശരിക്കും പറഞ്ഞാൽ ഞാൻ അവർക്ക് രണ്ടുപേർക്കാണ് ഇപ്പം ഈ മൊമെൻറ്റിൽ ക്ലാസ് എടുക്കുന്നത്, അശ്വതി ആൻഡ് ഫോർ അഭിരാമി. സോ താങ്ക് യു സോ മച്ച്.